നമസ്കാരം. തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. സീഡിറ്റിൽ നിരവധി ഒഴിവുകൾ. കേരളത്തിലെ തൊഴിലന്വേഷകർക്ക് സുവർണാവസരവുമായി വന്നിരിക്കുന്നത് സീഡിറ്റ് ആണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി. മീഡിയ കണ്ടന്റ് സ്ട്രാറ്റജിക്സ്, ലൈറ്റിംഗ് ടെക്നീഷ്യൻ, പ്രൊഡക്ഷൻ ഓർഗനൈസർ, അസോസിയേറ്റ് ക്യാമറ പേഴ്സൺ എന്നീ തസ്തികകളിലേക്ക് സീഡിറ്റ് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ജനുവരി 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 21,120 രൂപ മുതൽ 45,000 രൂപ വരെ ശമ്പളം ലഭിക്കും. തസ്തിക അനുസരിച്ച് ശമ്പളത്തിൽ വ്യത്യാസമുണ്ട്. മീഡിയ കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റിന് ഏകീകൃത ശമ്പളമായി പ്രതിമാസം 32,140 രൂപ മുതൽ 34,190 രൂപ വരെയാണ് നൽകുക. ലൈറ്റിംഗ് ടെക്നീഷ്യന് 21,120 രൂപ മുതൽ 25,750 രൂപ വരെയും, പ്രൊഡക്ഷൻ ഓർഗനൈസർക്ക് 27,990 രൂപ മുതൽ 32,550 രൂപ വരെയും ശമ്പളം ലഭിക്കും. ലൈറ്റിംഗ് ടെക്നീഷ്യൻ തസ്തികയിൽ +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ലൈറ്റിംഗിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും, പ്രശസ്തമായ സ്റ്റുഡിയോകളിലോ സ്ഥാപനങ്ങളിലോ ക്യാമറ അസിസ്റ്റന്റോ ലൈറ്റ് അസിസ്റ്റന്റോ ആയി വീഡിയോഗ്രാഫിയിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായവർക്ക് 5 വർഷത്തെ പ്രവൃത്തി പരിചയം സഹിതം അപേക്ഷിക്കാവുന്നതാണ്. അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പ്രൊഡക്ഷൻ ഓർഗനൈസർ തസ്തികയിലേക്ക് ബിരുദവും പ്രശസ്തമായ സ്റ്റുഡിയോകളിലോ പ്രൊഡക്ഷൻ ഹൗസുകളിലോ വീഡിയോ പ്രൊഡക്ഷനിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ +2 തത്തുല്യ യോഗ്യതയും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും മതിയാകും. അസോസിയേറ്റ് ക്യാമറ പേഴ്സൺ തസ്തികയിലേക്ക് വീഡിയോഗ്രാഫിയിൽ ഡിപ്ലോമയോടുകൂടിയ ബിരുദവും ഡോക്യുമെന്ററികൾ, ഷോർട്ട് വീഡിയോകൾ, ഫിക്ഷനുകൾ മുതലായവയിൽ ഡയറക്ടർ ഓഫ് വീഡിയോഗ്രാഫറായി കുറഞ്ഞത് 10 വീഡിയോ പ്രൊഡക്ഷനുകളുടെ പരിചയവും ഒപ്പം ക്യാമറ പേഴ്സണായി 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയിൽ സർട്ടിഫിക്കറ്റോടുകൂടിയ ബിരുദവും ഇതേ മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും കുറഞ്ഞത് 12 വീഡിയോ പ്രൊഡക്ഷനുകളുടെ ഡയറക്ടർ ഓഫ് വീഡിയോഗ്രാഫി പരിചയവും വേണം. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഉള്ളതായിരിക്കണം. ഓരോ പോസ്റ്റിലേക്കും അപേക്ഷാ ഫീസ് 300 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഫീസ് ഇളവുണ്ട്. ഇളവ് ലഭിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ ജാതി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷാ പോർട്ടലിൽ നൽകിയിട്ടുള്ള ഓൺലൈൻ ലിങ്ക് വഴി സീഡിറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. ഫീസ് അടച്ചതിനു ശേഷം മാത്രമേ അപേക്ഷയുടെ അന്തിമ സമർപ്പണം സാധ്യമാകൂ. എഴുത്തുപരീക്ഷ, അഭിമുഖം അല്ലെങ്കിൽ ഇവ രണ്ടും വഴിയായിരിക്കും യോഗ്യരായവരെ തെരഞ്ഞെടുക്കുക. വിശദവിവരങ്ങൾക്ക് സീഡിറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.cedit.org സന്ദർശിക്കുക. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.